ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ശീതപ്പഴം കൊണ്ടൊരു ഷേക്ക് അടിച്ചാലോ എന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നും ചേർക്കുന്നില്ല, കുറച്ച് പാല്, ശീതപ്പഴം. അപ്പോൾ ഇതിനെ നമുക്ക് മിക്സിയിലേക്ക് മാറ്റണം. ശീതപ്പഴത്തിന് അതിൻ്റെ കുരു കളയാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ മുറിച്ചെടുക്കട്ടെ. നേരെ പകുതിയാക്കട്ടെ. ശീതപ്പഴത്തിന് നല്ല പഴുത്ത ശീതപ്പഴമാണ് ഇത്. കണ്ട കണ്ട ഇതാ. അപ്പോൾ ഇതിൻ്റെ കുരുവിനെ മാറ്റാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതിനെ സ്പൂണിനെ കൊണ്ടാണ് കോരിയിട്ട് ഇടുന്നത്. ഇങ്ങനെ അപ്പം അങ്ങനെ ആക്കിയിട്ട് എല്ലാവരും ഇടാം നമുക്ക്. എന്നിട്ട് മെല്ലനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ഇത് മര്യാദയ്ക്ക് കിട്ടൂ. ഇതിൻ്റെ ഉള്ളിലത്തെ ഇത് മാത്രം ഞാൻ എടുത്തു. തോലും ഇതൊന്നും എടുക്കാൻ പാടില്ല. കണ്ടല്ലോ. ഇനി ഇതിനെ ഒന്ന് അടിച്ചിട്ടെടുക്കണം. അപ്പോൾ തോല് നമുക്ക് കളയാം. എന്നിട്ട് ഇതിൻ്റെ ഈ നടുക്കുള്ള ഈ കാമ്പ് പോലത്തെ സാധനം കളയണം. അതെടുക്കാൻ പാടില്ല നമ്മൾ. ഈ കാമ്പ് പോലത്തെ സാധനം അതെടുക്കാൻ പാടില്ല. അത് കളഞ്ഞളയണം. എന്നിട്ടാണ് ഇതടിക്കേണ്ടത്. അതുണ്ടാകാൻ പാടില്ല. അപ്പം ഞാനിതെല്ലാം എടുത്ത് എന്നിട്ടാണ് ഇതടിക്കേണ്ടത്. എല്ലാവരെയും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എടുത്തിട്ട് കണ്ടല്ലോ. സ്പൂണിനെ കൊണ്ടെല്ലാം കൂടി ഇട്ട് ഇപ്പോൾ വെറും തോല് മാത്രമായി മാറി. അപ്പോൾ ഇതിനെ ഞാനൊന്ന് അപ്പോൾ ഗൈസ്, ഇതാ ഞാൻ ഇതിൻ്റെ അകത്തെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരുന്നു. കുറച്ച് പാലൊഴിച്ചിട്ട് ക്രഷ് ചെയ്യണം. അധികം അരക്കാൻ പാടില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരുന്നു. അപ്പം ഞാനിതാ ക്രഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ കുരുവെല്ലാം പോയോ നോക്കാം. അപ്പോൾ ഇതിൻ്റെ കുരു ഇതെങ്ങനെയാക്കുമ്പോൾ എല്ലാം പോയി കിട്ടും. നമുക്കിത് അരിച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെയാണ് കളയുന്നത്. അപ്പോൾ ഈ കുരുവിനെയെല്ലാം നമുക്കിങ്ങോട്ട് മാറ്റുകയും ചെയ്യാം. ബാക്കിയുള്ള അതിൻ്റെ പൾപ്പുണ്ടല്ലോ, ആ പൾപ്പ് നമുക്ക് എടുക്കുകയും ചെയ്യാം. വീണ്ടും ഒന്നും കൂടി എന്നിട്ട് കിട്ടാത്തതുണ്ടെങ്കിൽ ഒന്നും കൂടി ക്രഷ് ചെയ്തെടുക്കുക. വന്ന കുരുവിനെയെല്ലാം നമുക്ക് മാറ്റിയെടുക്കണം. ഇതിൽ നിന്ന് പ്രത്യേകം വന്ന കുരു ഉണ്ടാവില്ലേ, ആ കുരുവിനെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയിടുന്നുണ്ട്. ഓരോരോ കുരുവിനെ മാറ്റിയെടുക്കുന്നുണ്ട്. കണ്ട, അരഞ്ഞു പോവാണ്ട് ഇങ്ങനെ കിട്ടണം. അരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ആ കയ്പ്പിൻ്റെ ടേസ്റ്റ് വന്നാളെയും. കുരുവിന് ചെറിയൊരു കയ്പ്പുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ആ രുചി വന്നാളി ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതെല്ലാം ആക്കി ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കാണിച്ചു തരാം. കണ്ട, അപ്പോൾ ഇതാ കുരുവിനെ മാറ്റി മാറ്റി എടുക്കട്ടെ. അപ്പോൾ ഇതാ ഗൈസ്, ഇത്രയും കുരുവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ പൾപ്പുണ്ടല്ലോ, പൾസ് എന്ന് പറയും. ആ പൾപ്പ് ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇതാ കുറച്ചിട്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഷേക്ക് ഉണ്ടല്ലോ അത് ഇതിൻ്റെ അകത്തേക്ക് മാറ്റാം, ഗ്ലാസ്സിലേക്ക് മാറ്റാം. വാവ്, അടിപൊളി. കണ്ട, മധുരമൊന്നും ചേർത്തിട്ടില്ല. മധുരമൊന്നും ചേർക്കാണ്ടുള്ളതാണ് ഇത്. കണ്ട, അടിപൊളിയാണ്. കുറച്ചുകൂടി ഇതിൻ്റെ അകത്തേക്ക്
ഇത് തട്ടിപ്പോയി. ഇതാ ഇങ്ങനെയാണ് നമുക്ക് കടയിൽ നിന്ന് എല്ലാം കിട്ടുന്നത്. ഇങ്ങനെയാണ്. ഒരു മധുരവും വേണ്ട. ഇതിന് നല്ല മധുരമുള്ളതുകൊണ്ട് നമ്മൾ ഇതിനായിട്ട് പഞ്ചസാര ഒന്നും ചേർക്കേണ്ടതില്ല. ഇതാ നല്ല അടിപൊളി സാധനം. സീതപ്പഴം കൊണ്ടുള്ള നമ്മളെ ഷേക്ക് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പാല് കട്ടയാക്കാണ്ട് ചെയ്തതാണ്. ഞാൻ പാല് കട്ടയാക്കിയിട്ട് അങ്ങനെ വേണ്ടിക്കും ചെയ്യാം. തണുത്ത പാലെടുത്തിട്ട് ചെയ്തതാണ്. അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ കടയിൽ നിന്ന് ഞാൻ ഇന്നാൾ കുടിച്ചതിൻ്റെ ശേഷം ഞാൻ വിചാരിച്ചതാണ് ഇങ്ങനെയൊന്ന് എനക്കും ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പോൾ അത് ഇന്ന് എനക്കതിന് സാധിച്ചു. അന്ന് ഞാൻ കടയിൽ നിന്ന് കുടിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. ഇന്നിപ്പം ഞാൻ തന്നെ ഉണ്ടാക്കി എന്നിട്ട് ഞാൻ കുടിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ.